ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും തന്നെ ഓണമൊക്കെ ആഘോഷിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഓണമൊക്കെ അടിച്ചു പൊളിച്ച്, എൻ്റെ ഓണം കൊച്ചിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലും അതിൻ്റെ ഒരു ബഹളത്തിലൊക്കെ ആയിരുന്നു. കുറച്ച് ദിവസമായി നമ്മൾ പുതിയ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. ഓണത്തിന് കുറേയധികം വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഒത്തിരി പേര് കണ്ടു നോക്കി നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴയ പായസം റെസിപ്പീസൊക്കെ ഒത്തിരി പേര് കണ്ട് നല്ല കമൻസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു തട്ടിക്കൂട്ട് ദോശയുമായിട്ടാണ്. ഈ തട്ടുകട സ്റ്റൈലാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സാമ്പാർ, ചട്നി ഇവ കൂടാതെ നമുക്ക് ഏതുതരം കറിയുമായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുമുമ്പ് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. തട്ടുദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ലി റൈസാണ്. ഇഡ്ലി റൈസ് എന്ന് പറയുന്നത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ഉപയോഗിച്ചുണ്ടാക്കുമ്പോഴാണ് ഈ ദോശക്ക് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ഒക്കെ ആയിട്ട് കിട്ടുന്നത്. ഇഡ്ലി റൈസ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പച്ചരി വെച്ച് ഇത് ഉണ്ടാക്കാം. കിട്ടുമെങ്കിൽ ഇത് തന്നെ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനിവിടെ അരി ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണിത്. അരിയും ഉഴുന്നുമല്ല, ഒരു 4 മണിക്കൂർ കുതിർത്താൽ മതി. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് അരക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും മതി. ഞാനിവിടെ ദോശ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ദോശക്ക് ആവശ്യമായ ഉഴുന്നുപരിപ്പാണ്. ഉഴുന്നുപരിപ്പ് ഞാനിവിടെ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം 4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് നമുക്ക് ഉലുവയും ഉഴുന്നും കൂടെ കുതിർത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉഴുന്ന് കുതിർത്ത വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മിക്സി ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് വാട്ടർ ഉപയോഗിച്ച് അരക്കുന്നത് നല്ലതാണ്. ഇനി മിക്സി മൂടി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഉഴുന്ന് ഈ കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് ഒഴിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രം കുറച്ച് വലുത് തന്നെ എടുക്കണം. ഇനി നമുക്ക് അരി വരച്ച് ചേർക്കാനുള്ളതാണ്. മാവ് പൊങ്ങി വരുമ്പോഴത്തേക്കും പുറത്തേക്ക് പോകും ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മിക്സി മൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ദോശക്ക് അരക്കുമ്പോഴത്തേക്കും ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇപ്പോൾ അരി കാണുന്ന പോലെ ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉഴുന്നരച്ചയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാത്രം മൂടി മാവ് പൊങ്ങാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം. ഞാനിവിടെ ഓവർനൈറ്റാണ് വെച്ചിരിക്കുന്നത്. നാട്ടിലിപ്പോൾ നല്ല ചൂട് കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ മാവ് 8 മണിക്കൂർ കൊണ്ട് പൊങ്ങി കിട്ടും. ഇപ്പം നല്ല തണുത്ത കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഒരു 12-15 മണിക്കൂറിലധികം സമയമൊക്കെ പിടിക്കും. ഇപ്പോൾ മാവ് കലക്കി വെച്ചിട്ട് ഒരു 8-9 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ദോശമാവ് നല്ല പാകത്തിനെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി മാവ് സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ദോശ നമ്മൾ കുറച്ച് കട്ടിയിൽ ചെറിയ ദോശകളായിട്ടാണ് ഉണ്ടാക്കുന്നത്. വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണമെന്നില്ല. ഭയങ്കര തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഒരു 2-3 ദോശ ഒപ്പം ചുട്ടെടുക്കാം. ദോശ ചുടാനായിട്ട് നമുക്ക് നെയ്യോ എണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പാൻ നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൈകൊണ്ട് ഇതുപോലെ തളിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ടിഷ്യൂ കിച്ചൻ്റെ അതിൽ വെച്ച് അത് തുടച്ചു മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഈ ദോശ കുറച്ച് ചെറുതായിട്ട് കുറച്ച് കട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ദോശമാവിൽ നിന്ന് ഒരു ചെറിയ തവി മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുത്താൽ മതി.
കുറച്ച് കനത്തിൽ. ഞാനിവിടെ 3 ദോശ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ദോശമാവെല്ലാം ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇനി ദോശയുടെ സൈഡിലൊക്കെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദോശയുടെ ഒരു സൈഡ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. കൂടുതൽ ബ്രൗൺ കളറൊന്നും ആവണ്ട, ലൈറ്റ് ബ്രൗൺ കളറായി വന്നാൽ മതി ദോശയുടെ പുറമൊക്കെ. ഇപ്പോൾ ദോശ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ തട്ട് ദോശ റെഡി ആയി കഴിഞ്ഞ് ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ദോശ ഉണ്ടാക്കി എടുക്കാം. ഇനി ഈ മാവ് കൊണ്ട് തന്നെ നമുക്കൊരു സാധാരണ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ മാവിലേക്ക് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം വേണ്ട. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ തട്ടുദോശക്ക് ചെയ്ത പോലെ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്ത് തുടച്ച് കളയുക. അതിനുശേഷം ലേശം എണ്ണ തൂത്ത് കൊടുക്കാം. ഒരു വലിയ സ്പൂൺ മാവ് ഒഴിച്ചിട്ടൊന്ന് സാധാരണ ദോശ പോലെ പരത്തി കൊടുക്കാം. അതിനുശേഷം ദോശയുടെ സൈഡിലൊക്കെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദോശയുടെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഈ തട്ടുദോശയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നമുക്ക് ഒരു മുളക് ചമ്മന്തി കൂടെ ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് തട്ടുകട സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. 1 കപ്പ് തേങ്ങാപ്പീര, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില. ഈ 3 ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ചമ്മന്തി ഒന്ന് താളിക്കാനായിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ഉണക്കമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിക്കണം. ഇതിലേക്ക് 2-3 ടീസ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് മൂപ്പിക്കാം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഉള്ളി ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നാൽ മാത്രമേ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഉള്ളി ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം. സാധാരണ ഈ ചട്നി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്നി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ തട്ടുദോശയും തേങ്ങാ ചട്നിയും റെഡി ആയി കഴിഞ്ഞ് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.